ഹലോ പി എസ് സി ആസ്പിറൻസ്, 2026 PSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ചില കാര്യങ്ങൾക്ക് നമ്മൾ വളരെയധികം പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന 1.5 മണിക്കൂറിനെ നമ്മൾ എത്ര നല്ല രീതിയിലാണ് വിനിയോഗിക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ പേര് ഉറപ്പിക്കാൻ പറ്റുക. കാരണം ഈ 1.5 മണിക്കൂറിന് മാക്സിമം നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതായത് മാക്സിമം സ്കോർ നമ്മൾ നേടേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് റാങ്ക് ലിസ്റ്റിൽ ഉയർന്നൊരു റാങ്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. PSC റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാമത്തേതാണ് SCERT സ്ട്രോങ് ബേസ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതായത് 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള SCERT ടെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ പാഠപുസ്തകങ്ങൾ വായിച്ചാൽ മാത്രം പോരാ, അത് വായിച്ചിട്ട് ആ കണ്ടൻറ്റ് പഠിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള നോട്ട്സാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ടെക്സ്റ്റിലൊക്കെ കാണാമല്ലോ ഒരു ബോക്സ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ടെക്സ്റ്റിൻ്റെ ഒക്കെ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. അതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ആ ബോക്സിലാക്കിയിട്ടുള്ള കണ്ടൻറ്റ് നിർബന്ധമായിട്ടും നമ്മളെ നോട്ടിൽ നമ്മൾ അതിൻ്റെ ഷോർട്ട് നോട്ട് എഴുതി വെച്ചിരിക്കണം. കാരണം അതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അതല്ല, നോട്ട്സൊന്നും പ്രിപ്പയർ ചെയ്യാൻ സമയമില്ലാത്തവരാണ്, ടെക്സ്റ്റ് സമഗ്രയിൽ ഡൗൺലോഡ് ചെയ്തെടുത്ത് അതൊന്നും നോക്കി പഠിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ സമയമില്ലാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഗൈഡ്സ് കിട്ടും. SCERT ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഗൈഡ്സൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. എന്നിട്ട് അതിൻ്റെ ഷോർട്ട് നോട്ട് എന്തായാലും എഴുതി വെക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണല്ലോ പഠിക്കുന്ന ഒരു സ്റ്റൈല്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു സിലബസ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ആ സിലബസിലുണ്ടായിരിക്കും ഓരോ പോർഷൻസിലും എത്ര മാർക്ക് വീതം ലഭിക്കുമെന്നുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റഡി പ്ലാൻ നമ്മൾ തന്നെ തയ്യാറാക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നുള്ളത് PYQ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എത്രത്തോളം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ അത്രയും അത് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് എത്ര അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നെഗറ്റീവ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ PYQ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കൺഫ്യൂഷൻസ് മാറുകയും ചെയ്യും. അതുപോലെ നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് നല്ല കുറയുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു മാർക്ക് തന്നെ നമുക്ക് അതിലൂടെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് കണ്ട് പരിചയമുള്ള പോലെ തോന്നും. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡാണ് PSCയിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യനോടൊരു നല്ല പരിചയം തോന്നും. അത് നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. അടുത്തതാണ് റിവിഷൻ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ എല്ലാ വീക്കിലും റിവിഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അതായത് ഓരോ വീക്കിലും ആ വീക്ക് പഠിച്ച കാര്യങ്ങൾ എന്താണോ, അപ്പോൾ സൺഡേസിൽ അല്ലെങ്കിൽ സൺഡേ സാറ്റർഡേ ഈ റിവിഷന് മാത്രമായിട്ട് യൂസ് ചെയ്യുക. റിവിഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളത് മറന്നു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര എക്സാംസ് അറ്റൻഡ് ചെയ്താലും അത് നമുക്ക് ബെനിഫിറ്റേ തരുള്ളൂ. അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ എക്സാമാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് മുൻപിൽ ഇനി ഏതൊക്കെ എക്സാംസ് വരുന്നുണ്ടോ അതെല്ലാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ എക്സാമിൻ്റെ പാറ്റേൺ, ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, ഏത് സബ്ജക്റ്റിലാണ് നമ്മൾ വീക്ക്, ഏത് സബ്ജക്റ്റിലാണ് സ്ട്രോങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഗസ്സിങ് സ്കില്ല് ഇമ്പ്രൂവ് ആവും. അതായത് നെഗറ്റീവ് മാർക്ക് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ പഠിക്കും. നമ്മുടെ പ്രിപ്പറേഷനെ ഫോക്കസ്ഡായിട്ടും സ്മാർട്ടായിട്ടും ഇരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് സെൽഫായിട്ടൊരു ഇവാലുവേഷൻ നടത്താൻ പറ്റും. നമ്മളിപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളതും ഇനി എവിടേക്കാണ് എത്തിച്ചേരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടൊരു ധാരണ ലഭിക്കും. പിന്നെ എക്സാമിൻ്റെ ഒരു പേടി, അതുപോലെ എക്സാം ഹാളിൽ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സ്
എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് പഠിക്കും. ഒരു ക്വസ്റ്റ്യന് എത്ര സമയം കൊടുക്കണം എന്നുള്ളതും, എക്സാം ഹാളിൽ ലാസ്റ്റ് മിനിറ്റിലുണ്ടാകുന്ന ഒരു പാനിക് ലെവലുണ്ട്, അത് കൺട്രോൾ ചെയ്യാനും ഒക്കെ നമുക്ക് ഹെൽപ്പാവും. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഒരു സക്സസ്സിന് വേണ്ടിയിട്ടല്ല. PSC എക്സാം എന്ന് പറയുന്നത് സത്യത്തിലൊരു ലേണിംഗ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഓരോ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴും അതൊരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിനനുസരിച്ച് മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക.